ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായുള്ള വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 33 മുതലുള്ള വചനഭാഗങ്ങളാണ്. നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ആ ഉപമ പറയാൻ കാരണം, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഒരു വ്യക്തി ചോദിക്കുമ്പോൾ യേശു പറയുകയാണ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോഴുള്ള ചോദ്യമാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോഴാണ് യേശു ഈ കഥ പറയുന്നത്. നല്ല സമരക്കാരൻ്റെ ഉപമ. ഒരു മനുഷ്യൻ യാത്രമധ്യേ അപകടത്തിൽപ്പെടുന്നു, കൊള്ള ചെയ്യപ്പെടുന്നു. അയാളെ രക്ഷിക്കുവാൻ പലരും ആ വഴിക്ക് വന്നിട്ടും ആരും നോക്കുന്നില്ല. പുരോഹിതൻ വന്നു, ലേവ്യ വന്നു, അവസാനം ഒരു നല്ല സമരിയക്കാരൻ വരികയാണ്. സമരിയക്കാരനെ കുറിച്ച് യേശു പല ഭാഗത്തും പ്രതിപാദിക്കുന്നുണ്ട്. കുഷ്ഠരോഗികൾ സുഖപ്പെട്ടു. ഒരു സമരിയക്കാരനാണ് വന്ന് യേശുവിന് നന്ദി പറഞ്ഞത്. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, ഈ സമരിയക്കാരനല്ലാതെ വേറെ ആരും ഇല്ലേ എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കിണറിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്, സമരിയക്കാരി വെള്ളം കോരാൻ വരുന്നതും കാത്ത്. യഹൂദരും സമരിയക്കാരും തമ്മിൽ ബദ്ധശത്രുതയായിരുന്നു. അവർ പരസ്പരം സംസാരിക്കുക പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അപ്പോഴാണ് യാക്കോബ് പണിത കിണറിനടുത്ത് യേശു വന്ന് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മുമ്പ് 4000 വർഷം മുമ്പ് പണി ചെയ്യപ്പെട്ട കിണറിൻ്റെ അടുത്താണ് യേശു വന്ന് നിൽക്കുക. സമരിക്കാരി വെള്ളം കോരാൻ വരുന്നു. യേശുവും സമരിക്കാരും തമ്മിൽ സംസാരിക്കുന്നു. ഞാൻ നിനക്ക് ജീവൻ്റെ ജലം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിലുള്ള ആ പ്രശ്നങ്ങളെ അങ്ങ് ഇല്ലാതാക്കുകയാണ് യേശു ചെയ്യുക. ഇവിടെ നല്ല സമരിയക്കാരൻ്റെ കഥ പറയുമ്പോഴും യേശു പറയുകയാണ്, നിൻ്റെ കൂടെ നിൽക്കുന്നത് ഒരു പക്ഷേ നീ കരുതുന്ന നിൻ്റെ യഹൂദ സഹോദരൻ ആയിരിക്കണമെന്നില്ല. നീ ഒത്തിരി ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന പുരോഹിതൻ ആയിരിക്കണമെന്നില്ല. ഒരു ലേവ്യൻ ആയിരിക്കണമെന്നില്ല. നിന്നെ സഹായിക്കുന്നതും നിന്നെ ചേർത്ത് നിർത്തുന്നതും നീ ഉദ്ദേശിക്കാത്ത, നീ ആഗ്രഹിക്കുക പോലും ചെയ്യാത്ത ആ സമരിയക്കാരനായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു പറയുകയാണ്, നിൻ്റെ ഉള്ളിൽ പകയില്ലാതിരിക്കട്ടെ, നിൻ്റെ ഉള്ളിൽ ശത്രുതയില്ലാതിരിക്കട്ടെ, നീയും അവനെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. അങ്ങനെ നല്ല അയൽക്കാരനായി തീരുക. സമരിയക്കാരന് നിന്നെ സ്നേഹിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിനക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും സാധിക്കും. യേശു പറയുന്നുണ്ടല്ലോ, ശുശ്രൂഷിക്കപ്പെടാനല്ല നമ്മൾ വന്നിരിക്കുന്നത്, ശുശ്രൂഷിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് യേശു വളരെ വ്യക്തമായി സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വചനഭാഗം വായിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, അതും ഈ നോമ്പുകാലത്ത് ധ്യാനിക്കുമ്പോൾ, നമ്മിലുള്ള ശത്രുതയെല്ലാം അകറ്റി എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാക്കുക, എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനോഭാവം നമ്മളിൽ സൃഷ്ടിക്കുക. ഭാഗ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ, ഉപവാസവും വഴി നമ്മളെ ദുർഗുണങ്ങൾ അകറ്റുന്നത് പോലെ നമ്മുടെ ആന്തരികമായ മാനസികാവസ്ഥയെ പുറത്തെടുത്ത് അതിലെ ദുഷിപ്പുകൾ മാറ്റി നല്ല മനുഷ്യനായി തീരുക, നല്ല സമരിയാക്കാരനായി തീരുക എന്നുള്ള ഒരു സന്ദേശമാണ് യേശു നമുക്കിന്ന് നൽകുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കി തീർക്കുവാനും യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ചുവട് പിടിച്ച് ജീവിക്കുവാനും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.